നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പും വിവിധ ആരോഗ്യ വകുപ്പുകളും സംയുക്തമായി ആരോഗ്യം ആനന്ദം പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ എം.എൽ.എ. എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. HPV വാക്സിനേഷൻ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. എച്ച് സലാം എം.എൽ.എ. വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തി. ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി നാട്ടുകാർക്ക് തുറന്നു നൽകി. ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്ത്യയോട് പറയാനുള്ളതെന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. 5 കോടി രൂപ ചെലവിൽ 4.5 കിലോമീറ്റർ നീളത്തിലാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പും വിവിധ ആരോഗ്യ വകുപ്പുകളും സംയുക്തമായി ആരോഗ്യം ആനന്ദം പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ എം.എൽ.എ. എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പ്, ദേശീയ ആയുഷ് മിഷൻ കേരളം, ഹോമിയോപ്പതി ആലപ്പുഴ, ഭാരതീയ ചികിത്സാ വകുപ്പ് ആലപ്പുഴ എന്നിവയുടെ സഹകരണത്തോടെ ആരോഗ്യം ആനന്ദം പരിപാടി സംഘടിപ്പിച്ചു. ഹെൽത്ത് കെയർ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം എച്ച് സലാം എം.എൽ.എ. നിർവഹിച്ചു. എന്നാൽ ഓരോ ചികിത്സാ ശാഖയ്ക്കും അതിൻ്റെതായ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ചില ഇപ്പോൾ മോഡേൺ മെഡിസിൻ തന്നെ ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ചില രോഗികളെ ആയുർവേദത്തിലും ഹോമിയോയിലും എല്ലാം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന സാഹചര്യം പോലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് കാണിക്കുന്നത് ഓരോ ചികിത്സാ സംവിധാനത്തിനും നമ്മുടെ സൊസൈറ്റിയിൽ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്ന അനുഭവമാണ്. തമ്മിലെല്ലാം ഒരു മത്സരത്തിന്റെ ഭാഗവും സ്വഭാവവും. സമഗ്രമായ ആരോഗ്യ പരിപാലനം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ ഭക്ഷ്യമേള, യോഗ അവതരണം, ബോധവൽക്കരണ ക്ലാസുകൾ, അസ്ഥിസാന്ദ്രത പരിശോധന, സ്ക്രീനിംഗ് ടെസ്റ്റുകൾ എന്നിവയും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കവിത അധ്യക്ഷത വഹിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KG ശ്രീജനൻ, ഡോക്ടർ മഞ്ജു പുരുഷോത്തമൻ, പുന്നപ്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി, പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ഹരിദാസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ബൈജു, സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ പാഞ്ചജന്യം, പഞ്ചായത്ത് അംഗങ്ങളായ AR ഹരികൃഷ്ണൻ, ഉദയമണി സുനിൽ, S രാധാകൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദുലേഖ, അമ്പലപ്പുഴ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PM വിനിത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. HPV വാക്സിനേഷൻ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. എച്ച് സലാം എം.എൽ.എ. വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തി. ഗർഭാശയകള അർബുദത്തെ ചെറുക്കുന്നതിന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ HPV വാക്സിനേഷൻ ഉൾപ്പെടുത്തുന്നതിന് മുന്നോടിയായി ആരംഭിച്ച ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ച ക്യാമ്പയിൻ എച്ച് സലാം എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അത് ശരിയാവണ്ട നമുക്ക് എല്ലാ പ്രദേശത്തെയും ഈ പ്രായത്തിൽ വരുന്ന പെൺകുട്ടികൾക്ക് കൃത്യമായി വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഗവൺമെന്റ് ഇപ്പോൾ പൊതുവായി പ്രോഗ്രാമായി തീരുമാനിച്ചേക്കുന്ന കാര്യം എവിടെയും അതിനൊരു സ്ലിപ്പ് പറ്റാതെ പൂർണ്ണമായി മുഴുവൻ പേരെയും കണ്ടെത്തി അത് വാക്സിൻ കൊടുക്കാനും തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് ആ ഏജിലേക്ക് വരുന്ന കുട്ടികൾക്ക് കൃത്യമായി അത് കൊടുത്തുകൊണ്ടേയിരിക്കാനും കഴിയുക എന്നുള്ളത് ടോട്ടലായി നമ്മുടെ ഒരു സൊസൈറ്റിയിൽ സംഭവിക്കുന്ന ക്യാൻസറിന്റെ ഒരു ആ രോഗത്തിന്റെ ഒരു അവസ്ഥയെ നല്ലതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഇക്കാര്യത്തിൽ വരുന്നത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ AM നൗഫൽ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സന്ദേശം നൽകി. നഗരസഭാംഗം AS കവിത, ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ SR ദിലീപ് കുമാർ, ഡോക്ടർ M ആനന്ദ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C പണിക്കർ, ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് AN ശശികല, RCH ജില്ലാ ഓഫീസർ ഡോക്ടർ പാർവതി പ്രസാദ്, ഡോക്ടർ ഷാലിമ കൈരളി എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി നാട്ടുകാർക്ക് തുറന്നു നൽകി. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി പ്രദേശവാസികൾക്ക് തുറന്നു നൽകി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 10-ാം വാർഡിലെ NH പഴയ നടക്കാവ് റോഡാണ് 22.18 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയത്. 358 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും കോൺക്രീറ്റ് റോഡാണ് ഇവിടെ നിർമ്മിച്ചത്. H. സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉണ്ണി എന്ന കോൺട്രാക്ടർ നമ്മുടെ നാട്ടുകാരൻ തന്നെ ഇവിടെ ഉണ്ട്. നാട്ടുകാരൻ തന്നെയാണ് വർക്കെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരനാകുമ്പോൾ ഇത്തിരി താല്പര്യം അത് വൃത്തിയായി ചെയ്യുന്ന കാര്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സമയത്ത് നമുക്ക് വർക്ക് ഏറ്റെടുക്കാനും പൂർത്തിയാക്കാനും കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വളരെയേറെ സന്തോഷം ഈ കാര്യത്തിൽ എനിക്കുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പൊതുവെ നമ്മുടെ റോഡ് ഗതാഗത കാര്യത്തില് റോഡുകളുടെ നിർമ്മാണ കാര്യത്തിൽ ഒരു മെച്ചമായൊരു സമീപനം പൊതുവെ സ്വീകരിക്കാൻ കഴിഞ്ഞു. അത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന ഈ 10 വർഷക്കാലമാണ് കൂടുതലായി നമുക്ക് ഗ്രാമീണ റോഡുകൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ രാഹുൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ റോഡും മിക്കവാറും നമ്മൾ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉള്ള റോഡ് മിക്കവാറും ഏറെക്കുറെ ചെയ്ത് കാണുകൊണ്ട് വിഷ്ണുവിന് അധികം പണി പിന്നെ കാണാൻ സാധ്യത കുറവായിരിക്കും. വളരെ അപൂർവമായ റോഡുകൾ നമുക്ക് ചെയ്യാം. ചിന്നക്കടൻ പറമ്പിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ശശി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആർ രാഹുൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വിഷ്ണുപ്രസാദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി അശ്വിനി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രതീഷ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്ത്യയോട് പറയാനുള്ളതെന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല സെമിനാർ നടത്തി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലെ ചർച്ചാവേദി കൊണ്ടിരുന്നു അല്ലെങ്കിൽ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ വേദിയിൽ വന്നിരിക്കുന്നതാണ്. അവരെന്ത് സംസാരിക്കും? അവരുടേതായ ചിന്ത സമൂഹത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ഒരാളെ വിളിച്ചാൽ ആശയം അവസാനിക്കുന്നത് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് പച്ചയായ സമൂഹത്തിന് പ്രകടമായ ഒരു നിലപാട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ നിലപാടുകളിലൂടെ പോരട്ടെ എന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. വേണേ ഒരു സംവാദ വേദിയിൽ അവരുടെ കാര്യം പറയട്ടെ, നമ്മൾ നമ്മുടെ കാര്യം പറയട്ടെ എന്ന് വേണ്ട തീരുമാനിക്കാം. ഇതങ്ങനെയല്ല. ചില സ്ഥലത്ത് അങ്ങനെ സംഘാടനം സംഭവിക്കുന്ന കാര്യം അവരെ കൂടി വിളിക്കണം എന്നൊരു പൊതുബോധം. ഡോക്ടർ C. ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. ആലപ്പുഴ ഗവൺമെന്റ് HSLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് KV ഉത്തമൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ വായനാ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം അജയ് സുധീന്ദ്രൻ സംസ്ഥാന നാടക മത്സരത്തിൽ അമ്പലപ്പുഴ താലൂക്കിൽ നിന്ന് പങ്കെടുത്ത പ്രതിഭകളെ അനുമോദിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് KP കൃഷ്ണദാസ്, ജോയിന്റ് സെക്രട്ടറി PK സുകുമാരപ്പണിക്കർ, സംസ്ഥാന കൗൺസിൽ മുൻ അംഗം KK സുലൈമാൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK രതികുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. 5 കോടി രൂപ ചെലവിൽ 4.5 കിലോമീറ്റർ നീളത്തിലാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി 6 കോടി രൂപ ചെലവിൽ അമ്പലപ്പുഴ ക്ഷേത്രം പുതുപ്പുരക്കൽ കരുമാടി ആമേട റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനവും അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആമേടയിലെ ശാന്തമംഗലം തോപ്പിൽ നഗർ ഉന്നതിയുടെ നിർമ്മാണോദ്ഘാടനവും നടത്തി. 5 കോടി രൂപ ചെലവിൽ 4.5 കിലോമീറ്ററോളം നീളത്തിലും 4 മുതൽ 5 മീറ്റർ വരെ വീതിയിലും BMBC നിലവാരത്തിൽ പൂർത്തിയാക്കിയ റോഡ് അമ്പലപ്പുഴ തെക്ക് പുറക്കാട് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഡ്രെയിനേജ് സംവിധാനവും പൈപ്പ് കൽവേർട്ടും റോഡ് മാർക്കിംഗ് സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിലാണ് ശാന്തമംഗലം ഉന്നതിയിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി പൂർത്തിയാക്കുക. ഉന്നതിയിലേക്കുള്ള ഭവന സംരക്ഷണം, കമ്മ്യൂണിറ്റി ഹാൾ, വായനശാല, സാമൂഹ്യ പഠന കേന്ദ്രം, ഭൂമി മണ്ണിട്ടുയർത്തൽ, റോഡ് പുനരുദ്ധാരണം, ഫുട്പാത്ത് നിർമ്മാണം, തെരുവുവിളക്ക് സ്ഥാപിക്കൽ, ഇലക്ട്രിക് പോസ്റ്റ് മാറ്റൽ, ഖരമാലിന്യ നിർമ്മാർജ്ജനവും സമ്പൂർണ്ണ വ്യക്തിഗത ബയോഗ്യാസ് പ്ലാന്റ്, പൊതുശ്മശാനം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കുക.
എച്ച് സലാം MLA ഇരുചടങ്ങും ഉദ്ഘാടനം ചെയ്തു. വാർഡ് ഭാഗത്ത് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. ഇനി ഇടയ്ക്ക് നമ്മുടെ കണ്ടത്തിന് നടുക്കൂടെയുള്ള ഒരു വഴി ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗത്തെ എല്ലാ റോഡുകളും നമുക്ക് നല്ലപോലെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 5 കോടി രൂപ മുടക്കിയിട്ടാണ് അതിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഒരു ചെറിയ സംഖ്യയല്ല, ഒരു പ്രദേശത്തേക്ക് മാത്രം. പഴയ 8ാം വാർഡും പഴയ 9ാം വാർഡും കൂടി ചേരുന്ന സമയത്താണ് ഈ വർക്ക് നമ്മൾ പ്ലാൻ ചെയ്തത്. ഈ 2 ഭാഗത്തേക്ക് മാത്രമായി നമ്മൾ ചെലവഴിച്ച പൈസ 5 കോടി രൂപ എന്നുള്ളത് ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തോപ്പിൽ നഗറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കവിത അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ പാഞ്ചജന്യം, എ ഓമനക്കുട്ടൻ, പുറക്കാട് പഞ്ചായത്ത് അംഗം ശ്രീകുമാർ, കെ എം കുഞ്ഞുമോൻ, ഊരുമൂപ്പൻ, എസ് മുരുകൻ, ഉപദേശക സമിതി അംഗങ്ങളായ എസ് പ്രതാപൻ, ജി മുരളി, ബേബി ഷീജ ഓമനക്കുട്ടൻ, ജില്ലാ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എസ് സുദീപ് കുമാർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ബിനുമോൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എസ് ബിദുമോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പും വിവിധ ആരോഗ്യ വകുപ്പുകളും സംയുക്തമായി ആരോഗ്യം ആനന്ദം പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. HPV വാക്സിനേഷൻ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. എച്ച് സലാം MLA വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടത്തി. ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി നാട്ടുകാർക്ക് തുറന്നു നൽകി. ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. 5 കോടി രൂപ ചെലവിൽ 4.5 കിലോമീറ്റർ നീളത്തിലാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.